അവസരമായിരുന്നു റാസൽ ഖൈമ ഇന്ത്യൻ ഹൈസ്കൂൾ സംഘടിപ്പിച്ച എക്സ്പ്രഷൻസ് 2012. ശാസ്ത്രം, സാഹിത്യം തുടങ്ങി എല്ലാ മേഖലകളിലും കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ അവർക്ക് ലഭിച്ച അവസരമായി മാറിയത്. എക്സ്പ്രഷൻസ് 2012 എന്ന പേരിൽ റാസൽ ഖൈമ ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച പ്രദർശനമാണ് ഏറെ ശ്രദ്ധേയമായത്. കുട്ടികളുടെ കഴിവുകൾ പുറത്തു കാണിക്കാൻ അവർക്ക് ലഭിച്ച അവസരം ഏറെ ഗുണകരമായി ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ഗണിതം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ വിഷയങ്ങൾക്ക് പുറമെ കല, സാഹിത്യം എന്നിവയ്ക്കും പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു. 2 ദിവസം നീണ്ടുനിന്ന ഇത്തരമൊരു പ്രദർശനം സംഘടിപ്പിച്ചതിനെപ്പറ്റി സ്കൂൾ ചെയർമാൻ സൈനുലാബ്ദീൻ സലീം പറയുന്നു. എക്സ്പ്രഷൻ 2012 എന്ന കുട്ടികളുടെ സയൻസ് എക്സിബിഷൻ വളരെയധികം വിജ്ഞാനപ്രദങ്ങളായ കാര്യങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഈ കഴിവിനെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. അടുത്ത വർഷം തീർച്ചയായിട്ടും ഞങ്ങൾ അടുത്ത വർഷം, ഇത് ആദ്യത്തെ തുടക്കമാണ്. കഴിഞ്ഞ 15 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ സയൻസ് എക്സിബിഷൻ ഇവിടെ നടത്തുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. തീർച്ചയായിട്ടും ഇനിയും അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ സാമ്പത്തികമായിട്ടും അവർക്ക് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ സഹായവും മാനേജ്മെൻറ്റ് ഭാഗത്തും ചെയ്തു കൊടുക്കും. ഗണിതശാസ്ത്രത്തിന്റെ ഫോർമുലകളും തത്വങ്ങളും ലളിതമായി മനസ്സിലാക്കി തരുന്നതായിരുന്നു കണക്കിനു വേണ്ടി മാറ്റിവെച്ച മേഖല. അബാക്കസും കണക്കിലെ മറ്റ് കളികളും ഇവിടെ പ്രതിപാദിക്കുന്നു. പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ക്യാമറയാണ് ഇത്. സിറിഞ്ചുകൾ ഉപയോഗിച്ച് JCBയുടെ പ്രവർത്തന തത്വം വിശദീകരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. This is the model of a hydraulic JCB truck. It is made from plastic syringes and saline tube for transmitting hydraulic pressure. We push one syringe, the other gets pushed. This is because of the pressure. The pressure inserted here is transmitted through the wire and the syringe is pushed. This JCB truck can move in different directions and different forms. It can go left or right. The front wheel lift by 2 jacks. Here. If this come and dash here, we can use these jacks for lifting. This happens in the real JCB. ഒരു കൊച്ചു റോബോട്ടും പ്രദർശനത്തിനെത്തി. This is the main CPU of this one, and this is called MXT, and this is a color sensor or the RGB sensor. This is an ultrasonic sensor, and these two are the motors which are used for the leg movement, and this is used for the hand and body movement. There is a button over here. After every movement, this button is pressed for the next movement. കുട്ടികളുടെ ഭാഗത്തു നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അലി പറഞ്ഞു. റാസൽ ഖൈമയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വളരെ വലിയ സ്കെയിലുള്ള ഒരു എക്സിബിഷനാണത്. 80ഓളം ഹാളുകളുണ്ട്. എല്ലാ സബ്ജക്റ്റുകളും അതിൽ കവർ ചെയ്യുന്നു. അതിന് പുറമെ തന്നെ ഇതിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് അവർ പഠിച്ച കാര്യങ്ങളുടെ കൊച്ചു കാര്യങ്ങൾ വരെ, അതായത് ഒരു മെൽറ്റിംഗ് മാൻ എന്നൊരു കോൺസെപ്റ്റൊക്കെ അവിടെയുണ്ട്. ശരിക്കൊരു വളരെ സിമ്പിളായ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നൊരു തിയറി അത് പ്രാവർത്തികമാക്കിയിട്ടാണ് അത്രയും രസകരമായിട്ട് അത് കാണിച്ചത്. അതുപോലെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പോൾ കേരളത്തനിമയുള്ള പല ഭാഗങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ മാധുര്യവും അതിൻ്റെ ആഴവും പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള എക്സിബിറ്റ്സ് അതിലുണ്ട്. മാത്തമാറ്റിക്സ്, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, അതിൻ്റെയൊക്കെ വളരെ ഗഹനമായ രൂപത്തിൽ നല്ലോണം ഗവേഷണം നടത്തിയിട്ടാണ് കുട്ടികൾ അത് തയ്യാറാക്കുന്നത്. ആദ്യത്തിൽ അവർ ശരിക്കും കുറച്ചൊന്ന് പകച്ചു നിന്ന്, നേരത്തെ അവർക്ക് അത്ര ഒരു അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കേണ്ടി വന്നു. ടീച്ചേഴ്സും അത് തന്നെ വളരെ ആക്റ്റീവായിട്ട് അതിൽ ഇൻവോൾവായി. എല്ലാവരുടെയും കൂടി സഹകരണം വന്നപ്പോൾ തികച്ചും അതൊരു വിജയമായിരുന്നു. ശാസ്ത്രത്തോടൊപ്പം മലയാള ഭാഷ, പരമ്പരാഗത കൃഷിരീതി, കരകൗശല വിദ്യകൾ തുടങ്ങിയവ ഇവിടെ പരിചയപ്പെടുത്തി. സാഹിത്യകാരന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും പുതിയ തലമുറയ്ക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള അവസരവുമായി ഇത് മാറി. സയൻസിലെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും അത്ഭുതമായി മാറി. മനുഷ്യനെ അസ്ഥികൂടമാക്കി മാറ്റുന്ന ഈ വിദ്യ ഏവർക്കും ആശ്ചര്യമാണ് നൽകിയത്.
വ്യക്തമായി നിൽക്കുന്ന ഈ പ്രകടനം ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്ന പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുക അത്ര എളുപ്പമായിരുന്നില്ല. ഇത്തരത്തിൽ അമ്പരപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രദർശനം കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രദർശന സമയം കഴിഞ്ഞിട്ടും ആയിരക്കണക്കിന് ആളുകൾ വന്നത് ഇത് വൻ വിജയമാണ് എന്ന് തെളിയിക്കുന്നതായി. വരും വർഷങ്ങളിൽ ഇതിലും വിപുലമായി പ്രദർശനം നടത്താനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. ABC കാർഗോ മെഗാ ഓഫർ 3 ടൊയോട്ട കൊറോള കാറുകൾ, 500 സ്വർണ്ണ നാണയങ്ങൾ കൂടാതെ 1000-ലധികം സമ്മാനങ്ങളുമായി ABC കാർഗോ നമ്പർ 1 ഇൻ KSA. ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിന്? ഉത്തരം മുട്ടിക്കാൻ, വേദനിപ്പിക്കാൻ, അതോ രക്ഷപ്പെടുത്താൻ? ചോദ്യങ്ങൾ അറിയാനും